ഇന്നേ നല്ല വെയിലുണ്ട്. ഇന്നലത്തെ കൂട്ടല്ല ഇത്. ഇന്ന് ഈ തൈരുമുളക് ഉണങ്ങി കിട്ടും. അമ്മ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഒരു കൺഫേം ആയ പോലെ പോസിറ്റീവ് അമ്മ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കടെ കുറച്ച് ദിവസത്തെ നടപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും നന്നായി, സന്തോഷമായി മോളെ, വലിയ സന്തോഷമായി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ ഉരുകി നിൽക്കുമായിരുന്നു. എന്നാ മരുമോക്ക് വിശേഷമില്ലാത്ത 2 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇവളുമാർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മോൻ ഗൾഫിലാന്ന്. അവൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും ചോദ്യത്തിന് ഒരു കുറവുമില്ല. എന്തായാലും 1.5 മാസം ആയിട്ടുണ്ട്. ഏകദേശം അല്ല, 1.5 മാസം ആയിട്ടുണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടേ. എന്നാലും നേരത്തെ ഡോക്ടറെ കാണേണ്ടതായിരുന്നു. എനിക്കത്ര കൺഫേം ആയില്ലെങ്കിലോ വെറുതെ ഒരു വിഷമമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച ഞാൻ പിന്നെ പറയാതെ വെച്ചോണ്ടിരുന്നേ. അല്ല, എന്തായാലും ഞാനൊന്ന് ചേട്ടനെ വിളിച്ച് പറയട്ടെ. ചേട്ടന് ഭയങ്കര സന്തോഷം. അവളെന്നെ അങ്ങനെ പറഞ്ഞേ? എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൃത്യം 1 മാസമായിട്ടുള്ളൂ. അവൾക്ക് 1.5 മാസം ഗർഭിണിയോ? അത് ശരിയാവില്ല. എന്തോ വശപ്പശ കൊണ്ട് ദൈവം, എൻ്റെ മോൻ ചതിക്കപ്പെട്ടോ? അല്ലേലും അതെ, എൻ്റെ മോൻ ഗൾഫിൽ കിടത്ത് കഷ്ടപ്പെടുമായിരുന്നു. അവൾക്ക് ഫുൾ ടൈം ഫോണിലായിരുന്നു. ഇനി വേറെ വല്ല കാമുകന്മാർ വല്ലതും ഉണ്ടാവോ അവൾക്ക്? ദൈവമേ, വല്ലവൻ്റെയും കുഞ്ഞിനെ കൊണ്ട് കിടക്കേണ്ട അവസ്ഥ എൻ്റെ മോനുണ്ടാവോ? എന്തോ കുഴപ്പമുണ്ട്. അമ്മ എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ, ഭയങ്കരമായിട്ട് എന്തോ ഒരു ദേഹമൊക്കെ കുഴയുന്നോട്ട്. എനിക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം ഉപ്പിട്ട് തരാമോ? എനിക്ക് നാരങ്ങ വെള്ളം ഒന്നും ഉണ്ടാക്കാൻ വയ്യ കേട്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ഇരിപ്പുണ്ട്, ഉപ്പുണ്ട്, തണുത്തോളം ഉണ്ട്, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടാക്കുക, കുടിക്കുക, എന്തെങ്കിലും ചെയ്യും. ഞാൻ ഈ അടുക്കളയിലെ പണിയൊന്നും കഴിച്ചിട്ട് ഒന്ന് കിടക്കാൻ പോകുമായിരുന്നു. എന്നെക്കൊണ്ട് മേല. ഒന്നാമത് ഈ ചൂടത്ത് കിടന്ന് ഈ ചോറ് കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല, പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം മനസ്സിലാക്കുക. ക്ഷീണമായതുകൊണ്ട് അമ്മ, ഞാനല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കത്തില്ലേ? നിനക്കുണ്ടാക്കണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കുക, കുടിക്കുക, എന്ത് വേണ്ടാരെങ്കിലും ചെയ്യും. ആരും അതിനൂടെ തടസ്സം നിൽക്കണില്ല. എന്നെ കൊണ്ട് ഉണ്ടാക്കി തരാൻ വയ്യ. ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ പിന്നെ അമ്മയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. ഒരുമാതിരി ശത്രുക്കളോട് പെരുമാറിനോട്ടെ പെരുമാറുന്നത്. എന്നെ എവിടെ വന്നിരിക്കുന്നത്? അമ്മ, എനിക്ക് നല്ല തലകറക്കം പോലെ. ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ, പക്ഷെ ഭയങ്കര തലകറക്കം പോലെ. അമ്മ എന്നെ ഒന്ന് പിടിക്കാമോ? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. ഒന്ന് പിടിച്ചാൽ മതി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നിന്നെ ബാത്റൂമിലേക്ക് പിടിച്ചോണ്ട് പോകാൻ. എനിക്ക് വയ്യ, രാവിലെ തൊട്ട് നടുവേദനയാ. എനിക്കത് വയ്യ. നീ ഒരു കാര്യം ചെയ്യാം, ആ ചുമരിൽ പിടിച്ചങ്ങ് തലയെ ഭിത്തിയിലേ പിടിച്ചങ്ങ് പോയാൽ മതി. പോവുകയൊക്കെ ചെയ്യും. തലകറക്കമൊക്കെ ചെറിയ അലകറക്കം, ഇത് വലിയ അലകറക്കം ഒന്നും അല്ലല്ലോ. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ആ ചുമരിലങ്ങ് പിടിച്ചങ്ങ് പോയാൽ മതി. ഇങ്ങനെയൊക്കെയാ പോകേണ്ടത്. ഞാനൊക്കെ 2 പറ്റതാ. എനിക്കിതിൽ കൂടുതൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരുമാതിരി ഗർഭിണി ആകുമ്പോൾ തുടങ്ങുമ്പോഴേക്കും കടന്ന് ഇങ്ങനെ കോഷ്ടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പോഴേ ഞാനിങ്ങനെ സഹായിക്കാൻ നിന്ന് തുടങ്ങിയാലേ പോകെ നിനക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ആ ഭിത്തിയിൽ അങ്ങ് പിടിച്ചങ്ങ് ബാത്റൂമിലോട്ട് പോയാൽ മതി. വലിയ തലകറക്കം ഒന്നും ഇറങ്ങത്തില്ല. വീഴുവാണെങ്കിൽ ഞാൻ പിടിക്കും. അമ്മ, നമ്മൾ കാർഡ് ടെസ്റ്റ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മാത്രം പോരല്ലോ. വീട്ടിലെ അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാനേ. അപ്പം നമുക്ക് നാളെ പോയാലോ അമ്മ? എനിക്ക് നാളെ എവിടെയും വരാൻ വയ്യ. ഒന്നാമത് ചൂടൊക്കെയാ, എനിക്ക് പുറത്തിറങ്ങിയ തലകറക്കമാ. ഞാനില്ല. നടുവും കൈയും കാലും ഒക്കെ വേദനയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവനിവിടെ ഉണ്ടല്ലോ. അവൻ ഗൾഫിലോട്ട് തിരിച്ചു പോകാനിരി 2 ആഴ്ച കിടക്കുന്നത്. അവനെയും പിന്നെ നിന്റെ അമ്മേനെയും വല്ലതും വിളിച്ചോണ്ട് പോ. എന്നോട് എന്നെ കൂടെ ഒന്നും വേല എവിടെയും പോവാൻ. അല്ല, വീട്ടിൽ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക അമ്മ. അല്ല, വീട്ടിലെ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്. അപ്പോൾ അവർ വരില്ല. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എന്നെ കിടന്ന് കാണിച്ചു കൂട്ടുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലാവുള്ളൂ നിനക്ക്. എനിക്ക് വരാൻ വയ്യ, അത്ര എൻ്റെ. അല്ല പിന്നെ കണ്ടവൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ട് കാണിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നേ. അവള് വലിയ വർത്താനം പറയാൻ വന്നേക്കുന്നു. എൻ്റെ മോനെ ചതിച്ചിട്ട് കണ്ടവൻ്റെ കൊച്ചിനെ വയറ്റിലിട്ടോട് അടക്കം അവള്. എന്നിട്ട് അവള് ഡയലോഗ് അടിക്കുന്നു. നാത്തൂനെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു.
ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം അറിഞ്ഞല്ലേ, അപ്പൊ നിന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല അമ്മ എന്തി? അമ്മയ്ക്ക് വലിയ സന്തോഷമായി കാണുമല്ലോ, കുറേ നാളത്തെ പ്രാർത്ഥന അമ്മയുടെ. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ചേച്ചി. രാവിലെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ വഴിക്ക് അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് വേണ്ടുമ്പോഴും അമ്മ അവിടെ ദേഷ്യപ്പെടുക, ഒരു കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടുക, മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങളായിട്ട് വലിയ പ്രശ്നം വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം എന്നറിയില്ല, അമ്മ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുള്ള കൂട്ട്. ഞാൻ എന്തായാലും അമ്മയോടൊന്ന് സംസാരിക്കട്ടെ കേട്ടാ. നീ റെസ്റ്റ് എടുത്തോ. അമ്മേ. നീയോ? നീ എന്താടി വരണ കാര്യം ഒന്നും പറയാഞ്ഞേ? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയമ്മേ അവള് വിശേഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവളെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് വന്നയാ. എന്താ അമ്മ അമ്മയ്ക്കൊരു വിഷമം പോലെ? സന്തോഷിക്കേണ്ട സമയല്ലേ, അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇതൊരു സന്തോഷമില്ലാത്തത്. സന്തോഷിക്കേണ്ട സമയമല്ലേ അമ്മ? അമ്മയുടെ എത്ര കാലത്ത് പ്രാർത്ഥന നടന്നേക്കണേ. നമ്മുടെ ചെറുക്കനെ പറ്റിച്ചടി അവള്. നമ്മുടെ ചെറുക്കനെ പറ്റിച്ച്. ഇത് പുറത്തു പറയാൻ നാണക്കേടാ, പക്ഷെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? പറയാണ്ടിട്ട് വല്ല കാര്യം കേട്ടോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ ഒന്ന് തെളിച്ച് പറ, കാര്യം എന്തുവാ? അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചില്ലേ, അത് അവന്റെ അല്ല. എന്താന്ന്? എന്റെ പൊന്നു മോളെ, ഞാൻ നിന്റെ മുഖത്ത് നോക്കിയത് എങ്ങനെ ഞാൻ പറയുന്നത്? എടി, അവൻ വന്നിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. കൃത്യം ഈ നാളത്തേക്ക് 1 മാസം. അവക്ക് 1.5 മാസമായിന്ന് അവള് പറയുന്നേ. അതെങ്ങനെ നടക്കും? എടി എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അവൻ ഗൾഫിലുള്ള സമയത്ത് 24 മണിക്കൂർ മൊബൈലില്ല. പിന്നെ കണ്ട കൂട്ടുകാരെ കാണാൻ പോക്ക്, അത് മേടിക്കാൻ പോക്ക്, ഇത് മേടിക്കാൻ പറഞ്ഞ് ഈ വീട്ടിന്റെ പുറത്തോട്ടാ എല്ലാ ദിവസവും. ഇറങ്ങുന്ന മൊത്തം അങ്ങനെയാ. പിന്നെ ഫുൾ ടൈം ഫോണിൽ ഇങ്ങനെ കിടുകിടുന്ന് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു അവനല്ല, വേറെ ഏതോ ബന്ധമുണ്ടായിരുന്നു. എടി, വല്ലവന്റെയും കൊച്ചിനെ ഇവിടെ വളർത്തേണ്ട ഗതികേടാ. പുറത്ത് പറയാൻ പറ്റുമോ? പുറത്ത് പറഞ്ഞ അവനിത് എങ്ങനെ സഹിക്കുവടി? ഒന്ന് ആലോചിച്ചോ. അമ്മ എന്ത് പൊട്ടത്തരാ അമ്മ പറയുന്നേ? പിന്നെ ഈ കാര്യത്തിലൊക്കെ അത്യാവശ്യം ബോധം എനിക്കുണ്ട്. നീ എന്നെ പഠിപ്പിക്കാൻ വരില്ല കേട്ടോ. എൻ്റെ അമ്മ മണ്ടത്തരം പറയല്ലേ. ഒരു ഗർഭകാലം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ആ അമ്മയുടെ ലാസ്റ്റ് പീരീഡിന്റെ ഫസ്റ്റ് ഡേ മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവളുടെ പീരീഡ്സ് ലാസ്റ്റ് അയക്കുന്നത് കഴിഞ്ഞ മാസം പകുതിയോടെ എങ്ങാണ്ടാണ്. അതായത് അവൻ വരണേന് ഒരു 10 ദിവസം അങ്ങോട്ട് മുന്നെയാണ് അവൾക്ക് പീരീഡ്സ് അയക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് പീരീഡിന്റെ ഫസ്റ്റ് ഡേ മുതലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് അവൻ വന്നിട്ട് 1 മാസമായിന്ന് വെച്ചിട്ട് കുഞ്ഞിനും 1 മാസം എന്നല്ല അതിന്റെ അർത്ഥം. ഇത് പൊട്ടത്തരാണ് അമ്മയെ പറയണത്. അമ്മ ഇത് വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയോ അമ്മയുടെ മകളൊന്നുമില്ലെങ്കിൽ നേഴ്സല്ലേ, എന്നോടെങ്കിലും അമ്മയ്ക്കൊന്ന് വിളിച്ചു ചോദിച്ചുകൂടായിരുന്നാ? അമ്മ ഒരു കാര്യം ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അമ്മ അവളെ നാളെ എന്തായാലും അവളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനോട് തന്നെ അമ്മ ചോദിച്ചു നോക്ക്. അവര് പറഞ്ഞുതരും, അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അമ്മ അങ്ങ് കാട് കയറി ചിന്തിച്ച് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അത്ര വലിയ ബോധമില്ല. ഒരു സാധാരണ ഒരു ഇത് വെച്ചാ പറഞ്ഞേ. ഇതിലിങ്ങനെ ഒരു ഇതുണ്ടോ? എനിക്കറിയില്ലായിരുന്നു മോളെ. ജോലി എന്ത് പണിയാ കാണിച്ച്. അവള് രാവിലെ ഇത് വിശേഷം പറഞ്ഞു പോയപ്പോ അപ്പ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. അതിനുശേഷം അവൾ അതും ഇതുമൊക്കെ ചോദിച്ചു. അമ്മ നാളെ ആശുപത്രിയിൽ പോവാ, നാരങ്ങവെള്ളം ഉണ്ടാക്കിത്താ, എന്നെ ഒന്ന് പിടിക്കുക, അവൾക്ക് തലയിറങ്ങാന്ന് പറഞ്ഞിട്ട് പോലും ഞാനൊരു മനസാക്ഷി കാണിച്ചില്ല മോളെ. ഞാനെന്ത് ദുഷ്ടത്തിയായ അമ്മായിയമ്മയാ. അയ്യോ പാവ കൊച്ചിന് 1 ഗ്ലാസ് നാരങ്ങവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അവൾക്ക് നല്ല വിഷമായിട്ടുണ്ട് അമ്മയുടെ പെരുമാറ്റം കാരണം. ഞാനേ അവൾക്ക് ഇച്ചിരി നാരങ്ങവെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെ, പാവം, വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്. എടി, നിന്റെ ആശുപത്രി തന്നെ നാളത്തേക്ക് ഒരു അപ്പോയിൻമെന്റ് എടുക്കുക ഗൈനക്കോളജിസ്റ്റിന്. ഇതിപ്പോ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് മാത്രമല്ല നോക്കിയിട്ടുള്ളൂ, ആശുപത്രി കൊണ്ട് കാണിച്ചിട്ടില്ല. എന്താ ഒരു അബദ്ധമായിപ്പോയി. അബദ്ധം പറ്റിപ്പോയടി. അമ്മയുടെ വിവരക്കേടിന് പറ്റിപ്പോയതാ. അമ്മയ്ക്ക് ഇത്രയും ബോധമുള്ളത് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് എന്താണ് പറഞ്ഞ് അമ്മ 2 പെറ്റ് നടന്നു. 2 പെറ്റിട്ടാണോ അമ്മമാരെ ഡയലോഗിച്ചേ? കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇമാതിരി ചെറിയ കാര്യം മതിയായിരുന്നു. നീ എങ്ങാനൊന്നും വന്നില്ലായിരുന്നു ഈ കുടുംബം നശിച്ചേനെ. ഞാൻ അവനോട് വല്ലതും പറഞ്ഞിരുന്നേ അവളും അവനും തമ്മിലുള്ള ബന്ധമില്ലാണ്ടായി പോയേനെ. ഞാൻ അവൾക്ക് തന്നെ നാരങ്ങണ്ടായി കൊടുക്കട്ടെ കേട്ടോ. നീ ബാ. ഈ അമ്മയുടെ ഒരു കാര്യം. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. ഇങ്ങനെ പൊട്ടത്തരം ചിന്തിച്ച് പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്.